നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ശനിയാഴ്ച ആരംഭിക്കും. ഒരേ സമയം 4 തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുക. ഇതിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ പൂർത്തിയായി. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. നാളെയോ മറ്റന്നാളോ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഇതിനു മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മണൽ നീക്കം ചെയ്തും പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാതയൊരുക്കുന്ന പ്രവൃത്തികളും ഇവിടെ നടന്നു വരികയാണ്. തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങുന്നതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കൈവരും. ഒരേ സമയം 4 തൂണുകളുടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. കിഫ്ബിയിൽ നിന്നും പാല നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 52 കോടിയോളം രൂപയാണ് അനുവദിച്ചിരുന്നത്. 33,14,53,000 രൂപയ്ക്കാണ് പാല നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. KRFB വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ. പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച നിലവിലെ പാലത്തിലൂടെ അടുത്തിടെയുണ്ടായ കനത്ത മഴകളിൽ പുഴവെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഹമ്മദ് മോസിൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പുതിയ പാലം നിർമ്മിക്കുവാനുള്ള നടപടികളായത്. പട്ടിത്തറ, കപ്പൂർ, ചാലിശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന തൊഴുക്കര, അയലക്കുന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണെന്നും പരിസരവാസികളെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടരുതെന്നും അയലക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര, അയലക്കുന്ന് പരിസ്ഥിതി ലോല പ്രദേശമാണ്. മഴക്കാലത്ത് സമീപവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാറുണ്ട്. അയലക്കുന്ന് ദുർബലമാണെന്നും വിപത്തിന് സാധ്യതയുണ്ടെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്തി ലോഡ് കണക്കിന് മണ്ണ് കടത്തുന്നത്. തൊഴുക്കര, തണ്ണീർക്കോട്, കിഴക്കൻമുക്ക് പ്രദേശങ്ങളിലെ 100-ലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്ന് കഴിയുന്നത്. ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെറുത്തുനിൽക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസിൽ കുടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ നടത്തുന്ന മണ്ണെടുപ്പ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ്. പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ചില പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങുകയും പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നവർക്കെതിരെ ഭീഷണിയും കേസുകളും അപവാദ പ്രചരണങ്ങളും നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികൾ, റവന്യൂ വകുപ്പ്, ജിയോളജി ആൻഡ് മൈനിംഗ് തുടങ്ങിയ വകുപ്പുദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അയലക്കുന്ന് സംരക്ഷണ സമിതി നീതിക്കു വേണ്ടി സമീപിച്ചിട്ടുണ്ട്. അയലക്കുന്ന് തകർക്കുന്നതിനെതിരെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികളായ കെ അനൂപ്, 15ാം വാർഡ് മെമ്പർ കെ ശശിരേഖ, ടി പ്രവീൺ, KV ലക്ഷ്മി ഗോപാൽ, AN താമി, AP വിനീത് എന്നിവർ അറിയിച്ചു. ഇത് മണ്ണെടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ അച്ഛൻ്റെ നമ്പർ, എൻ്റെ നമ്പർ ഇതൊക്കെ ഒരാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ശല്യമായിരുന്നു. എന്നും വീട്ടിലേക്ക് വരിക. അപ്പം ഞാൻ പറയാറുണ്ട്, ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരിക, അതുപോലെ തന്നെ അമ്മയോട് പറയുക, മകനോട് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് നിയമപരമായിട്ട് മീഡിയക്കാരും നിങ്ങളെല്ലാവരും കൂടെ നിന്നാൽ തന്നെ ഇതിനെ തടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഏകദേശം ഒരു 60-70 ഡിഗ്രി ചരിവുള്ള ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ സൈഡിൽ വലിയ വലിയ പാറമടകൾ നിൽക്കുന്നുണ്ട്. ആ പാറമടകൾ മണ്ണൊലിപ്പുണ്ടായാൽ അത് മുഴുവൻ പിന്നെ ഉരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ താഴത്തുള്ള വീടുകളോ ആളുകളോ ജീവനോ ഉണ്ടാവില്ല. മാത്രമല്ല, ഇതിൻ്റെ മേലെ പരന്നു കിടക്കുന്ന 18 ഏക്കറിലധികം സ്ഥലം പരന്നു കിടക്കുന്ന സ്ഥലമാണ്. അടുത്ത് വന്നിട്ട് അവിടെ മണ്ണ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കൺസെന്റ് ഒപ്പിട്ട് വാങ്ങിയത്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വക്കീലിന്റെ മുന്നിൽ നിന്ന് ഒപ്പിടേണ്ട ഒരു രേഖയാണ്. നിലവിൽ അവരിവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ഒരു വെള്ള പേപ്പറിലാണ് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയത്, അല്ലാതെ ഇങ്ങനെ ഒരു മുദ്ര പേപ്പറിലല്ല. അതിന്റെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ അടുത്തുനിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് പോയി വാങ്ങിയ സാധനമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസെന്റ് എന്ന രൂപത്തിൽ. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെങ്കിൽ 20-ാം തീയതി ജിയോളജി ഓഫീസർ ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ,
പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ തടയുന്നതെന്നോ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെങ്കിൽ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ച ആൾക്കാരെ കൊണ്ട് ഇത് വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു രേഖയാണ്. ആൾക്കാരാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, ഒപ്പിട്ട ആൾക്കാരാണ്. അശോകൻ, ഗിരീഷ്, സുരേഷ്. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഈ ഒരു രേഖ കാണിച്ചിട്ടാണ് അവർ മണ്ണെടുക്കാനുള്ള അനുമതി വാങ്ങിയത്. അപ്പോൾ ഞങ്ങളത് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളത് ഞങ്ങളുടെ നാട്ടിലെ നമുക്കും നിയമോപദേശം തരുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വക്കീലുണ്ട്, അയാളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ രേഖ നമ്മൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ജിയോളജിക്കും അതാത് ഡിപ്പാർട്ട്മെന്റും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആറങ്ങോട്ടുകര അദിത് കൃഷ്ണ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2024 വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകയുമായ ടി സുഹറയെ തെരഞ്ഞെടുത്തു. 1995 മുതൽ പൊതുരംഗത്തെ സജീവ സാന്നിധ്യമാണ് തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി തയ്യിൽ വീട്ടിൽ സുഹറ. 2015 തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് വടക്കേ വെള്ളടിക്കുന്ന അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പൊതുരംഗത്ത് ശ്രദ്ധേയായത്. 2020 വിജയം ആവർത്തിച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. കൂടാതെ നെല്ലിക്കാട്ടിരി ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തകയും ഭരണസമിതി അംഗവുമാണ്. 1/4 നൂറ്റാണ്ടുകാലമായി കുടുംബശ്രീ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. 2005 ആദ്യമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി കുടുംബശ്രീയുടെ ആശ്രയ പ്രവർത്തനം നടപ്പാക്കാൻ മുഖ്യ പങ്കുവഹിച്ചു. കുടുംബശ്രീയിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 20 വനിതകൾക്ക് സ്വയം തൊഴിൽ സംവിധാനം നടപ്പാക്കി. സ്ത്രീകൾക്കുള്ള സാമ്പത്തിക ശാക്തീകരണത്തിലും സാമൂഹ്യ ശാക്തീകരണത്തിലും ആരോഗ്യരംഗത്തും പദ്ധതികൾ തയ്യാറാക്കി നൽകി. സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും നേതൃത്വം നൽകുന്നു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നെല്ലിക്കാട്ടിരി കേന്ദ്രീകരിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും വിജയകരമായി ഈ സംരംഭത്തെ മുന്നോട്ട് നയിക്കാനും നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2018 നല്ല സംരംഭകയ്ക്കുള്ള പാലക്കാട് യുവജനക്ഷേമ ബോർഡ് പുരസ്കാരവും 2024 മികച്ച സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കുള്ള NGO അംഗീകാരവും നേടിയിട്ടുണ്ട്. അദിത് കൃഷ്ണ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിബിൻ ആറങ്ങോട്ടുകര, സെക്രട്ടറി VS വിനയകുമാർ എന്നിവരാണ് സമഗ്ര സംഭാവന അവാർഡ് പ്രഖ്യാപിച്ചത്. മുതുതല കൊടുമുണ്ടയിൽ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPM പെരുമിടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെയും വാണിയംകുളം PK ദാസ് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. കൊടുമുണ്ട ബാബു സ്റ്റോട്ടിൽ നടന്ന ക്യാമ്പയിൻ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത് തികച്ചും മാതൃകാപരമാണ്. ഇത് കുറെ കൂടി ജനകീയമാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട വിഷയത്തെ സംബന്ധിച്ചാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഈ മാസം 4-ാം തീയതി മുതൽ ഫെബ്രുവരി 8-ാം തീയതി വരെ ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയിൽ മുൻകൂട്ടി ക്യാൻസർ രോഗം കണ്ടെത്താൻ ആവശ്യമായ ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്തുക. കേരളം ഇന്ന് ലോകത്ത് വൻ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തി എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. എന്താ വികസിത രാജ്യങ്ങളോടൊപ്പം എത്തിയെന്ന് പറയാൻ കാരണം, ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ വികസിത രാജ്യങ്ങളോട് വെല്ലുന്ന രൂപത്തിലേക്ക് കേരളം എത്തി. ലോകത്തെ ഏറ്റവും വികസിത രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശത്ത് 79-80 വയസ്സ് വരെയാണ് സ്ത്രീകളുടെ ആയുർദൈർഘ്യം. ഏതാണ്ട് അതിനേക്കാൾ ഒരു പടി കടന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. ഇതിനകം ശിശുമരണ നിരക്ക്, പ്രസവ സമയത്ത് കുട്ടികൾ മരിക്കുന്നത്, 1000 സ്ത്രീകൾ പ്രസവിച്ചാൽ ഏതാണ്ട് 4 കുട്ടികൾ ആണ് കേരളത്തിൽ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി PM ഉഷ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, K സുകുമാരൻ, M ശങ്കരൻകുട്ടി, P ഷൺമുഖൻ, K ബിന്ദു, ഡോക്ടർ ദിവ്യ, ഡോക്ടർ ശിവപ്രിയ, PK ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.
ഫിസിഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് തുടങ്ങിയവർ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളുടെ നിർണയവും സ്ത്രീരോഗ പരിശോധനകളും ക്യാമ്പിൽ നടത്തുകയുണ്ടായി. ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ള ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർമാർ മറുപടിയും നൽകി. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം തയ്യാറാക്കും. ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മൂലൂർക്കര സ്കൂളിൽ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 വിദ്യാലയങ്ങളിലാണ് ഔഷധോദ്യാനം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ നിർമ്മിക്കുക. ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികളിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂരിലെ മുല്ലൂർക്കര LP സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ആയിട്ടുള്ള നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം എന്ന കൺസെപ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് എന്നത് മാത്രമല്ല കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഒരു കൃഷി ചെയ്യാനും അതുപോലെ പരിസ്ഥിതി സൗഹൃദമായി ഇരിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് ലഭ്യമാക്കാനുമൊക്കെ ഇത് സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജലജ ശശികുമാർ, K പുഷ്പലത, ദിവ്യ, ഷിഹാബുദ്ദീൻ, മുജീബുദ്ദീൻ, നാരായണൻ, പ്രധാനാധ്യാപിക ജ്യോതിലക്ഷ്മി, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിനിർഭരമായ പരിപാടികളോടെ ആഘോഷിച്ചു. വൈകിട്ട് 3-ന് പള്ളിക്കുളങ്ങര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയും എഴുന്നള്ളിപ്പ് ഉത്സവ പറമ്പിലേക്ക് പുറപ്പെട്ടു. വൈകിട്ട് 6-ന് തിറ, പൂതൻ, കരിങ്കാളി തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പകൽപൂരത്തെ വർണ്ണാഭമാക്കി. ക്ഷേത്രോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റോബോട്ടിക് കരിങ്കാളിയും ഉത്സവ നഗരിയെ ആവേശത്തിലാഴ്ത്തി. തുടർന്ന് നാടൻ കലാപരവുകൾ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ഡബിൾ തായമ്പകയും ആയിരത്തിരി തെളിയിക്കലുമുണ്ടായി. പുലർച്ചെ താലം അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടാകും. പൂരമഹോത്സവത്തിനെ മാറ്റുകൂട്ടുവാൻ ദീപാലങ്കാരത്തോടെയുള്ള ബഹുവർണ്ണ പന്തലും ആലൂർ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങുകളുടെ ഭാഗമായി ഫെബ്രുവരി 24 മുതൽ മാർച്ച് 5 വരെ വൈകിട്ട് 7 മുതൽ രാത്രി 9 മണി വരെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെക്കുറിച്ച് നോവലിസ്റ്റും കലാനിരൂപകനുമായ P. സുരേന്ദ്രൻ രചിച്ച മണിപത്മം മാർച്ച് 9-ന് പ്രകാശനം ചെയ്യുമെന്ന് പെരുമണ്ണൂർ EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാല പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 9-ന് ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് വടക്കാഞ്ചേരി ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ വായനശാലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കവി റഫീഖ് അഹമ്മദ്, കഥകളി നടൻ ഡോക്ടർ സദനം ഹരികുമാറിനെ പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും. സതീഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തും. ഡോക്ടർ ഷാജു നെല്ലായി, E. ജയകൃഷ്ണൻ, P. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. P. സുരേന്ദ്രന്റെ 3ാമത്തെ ചിത്രകലാ നിരൂപണ ഗ്രന്ഥമാണിത്. 2002-ൽ ഇന്ത്യൻ ചിത്രകലയിലെ അദ്വിതീയനായ A. രാമചന്ദ്രന്റെ കലാജീവിതത്തെക്കുറിച്ച് രാമചന്ദ്രന്റെ കല എന്ന ഗ്രന്ഥവും പിന്നീട് യൂസുഫ് അറക്കലിനെ കുറിച്ച് വെളിച്ചത്തിന്റെ പര്യായങ്ങൾ എന്ന പുസ്തകവും P. സുരേന്ദ്രൻ രചിച്ചിരുന്നു. ഇതിൽ രാമചന്ദ്രന്റെ കല എന്ന കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. മണികണ്ഠൻ പുന്നക്കലിനെ കുറിച്ച് പ്രമുഖ കലാനിരൂപകൻ വിജയകുമാർ മേനോൻ ട്രഡീഷൻ ആൻഡ് മീഡിയം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നുവെന്ന് ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കൽ, ഗോപി പാലഞ്ചേരി, E. K. മണികണ്ഠൻ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരിയുടെ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ്. 18ര കവികളിലെ ഏറ്റവും സുപ്രധാന കവിയായിരുന്ന ദാമോദര ഭട്ടതിരി എന്ന കാക്കശ്ശേരി ഭട്ടതിരി ജനിച്ചു വളർന്ന നാട്, മലയാളികളുടെ അഭിമാനം കാത്ത വ്യക്തികളുടെ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ കലാസ്വാദകനായിരിക്കുന്ന, അതേപോലെ തന്നെ ആ കലകളെ നേരിട്ട് ആസ്വദിക്കുന്നതിനും
അതേപോലെ ആ കലകളെക്കുറിച്ച് ഒരു നിരൂപണം നടത്തുന്നതിനും അത് വ്യത്യസ്തമായിരിക്കുന്ന, വിഭിന്നമായിരിക്കുന്ന, വിദൂരമായിരിക്കുന്ന സ്ഥലങ്ങളിലായതിനാൽ പലർക്കും സാധ്യമാകില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ശ്രീ മണികണ്ഠൻ്റെ കലാശില്പങ്ങളെയും അതേപോലെ തന്നെ ചിത്രരചനയെയും കുറിച്ച് ആധികാരികമായിട്ടുള്ളൊരു പഠനം ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന പി സുരേന്ദ്രൻ മാഷ് എന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക രചനയിലൂടെ നിർവഹിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അടുത്ത ഞായറാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി എങ്കക്കാടുള്ളതായിരിക്കുന്ന വായനശാലയിൽ വെച്ച് നടത്തുന്നത്. CCTV ന്യൂസ് തൃത്താല. പള്ളിവാളും കാൽച്ചിലമ്പും ചെണ്ടമേളത്തിന്റെ അകമ്പടിയുമായി ഉത്സവപ്പറമ്പിൽ വെളിച്ചപ്പെട്ട് റോബോട്ടിക് കരിങ്കാളി. ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രോത്സവത്തിനെത്തിയവരാണ് റോബോട്ടിക് കരിങ്കാളിയെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ചത്. ഉത്സവപ്പറമ്പുകളിലെ എഴുന്നള്ളിപ്പിന് റോബോട്ടിക് ആനകൾ ഈ അടുത്ത കാലത്തായി ട്രെൻഡായി മാറിയിരുന്നു. ഇതിനിടെയാണ് തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന് റോബോട്ടിക് കരിങ്കാളി എത്തിയത്. ഒറിജിനലിനെ വെല്ലുന്ന കരിങ്കാളി രൂപത്തെ കണ്ട് പൂരം കാണാനെത്തിയവരും മൂക്കത്ത് വിരൽ വെച്ചു. ആദ്യമായാണ് ഉത്സവപ്പറമ്പുകളിൽ ഇത്തരത്തിൽ റോബോട്ടിക് കരിങ്കാളി എത്തുന്നത്. കാൽച്ചിലമ്പും അരമണിയും കൈത്തോടയും തലയിൽ കുരുത്തോല കിരീടവുമായി മനുഷ്യർ വേഷമെടുക്കുന്ന ഒറിജിനൽ കരിങ്കാളികളെ വെല്ലുന്നതാണ് ആലൂരിലെത്തിയ റോബോട്ട് കരിങ്കാളിയും. എടപ്പാൾ പോട്ടൂർ മണ്ടകപ്പറമ്പിൽ രഞ്ജീഷ് ആണ് റോബോട്ടിക് കരിങ്കാളിയെ അതിവിദഗ്ധമായി നിർമ്മിച്ചത്. സ്പോഞ്ച്, തുണി, പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങി വിവിധ പാഴ്വസ്തുക്കളാണ് രഞ്ജീഷിന്റെ കരവിരുതിൽ ജീവൻ തുളുമ്പുന്ന കരിങ്കാളിയായി മാറിയത്. വാഹനത്തിലോ ഉത്സവ പറമ്പുകളിലോ സ്ഥാപിച്ച് കൈയും തലയുമെല്ലാം ചലിപ്പിച്ച് നൃത്ത ചുവടുവയ്ക്കുന്ന രീതിയിലാണ് റോബോട്ടിക് കരിങ്കാളിയുടെ രൂപകൽപ്പന. 11 മുതൽ 12 അടി വരെ ഉയരത്തിൽ സ്ഥാപിക്കാനുതകുന്ന രീതിയിൽ ഉള്ളിൽ ഏരിയൽ സംവിധാനവും 12 വാട്ട്സ് ബാറ്ററിയിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ഗിയർ മോട്ടോറും ഉപയോഗിച്ചാണ് കരിങ്കാളിയെ ചലിപ്പിക്കുന്നത്. യഥാർത്ഥ കരിങ്കാളിയുടെ അതേ രൂപഭാവങ്ങളോടെ കയ്യിൽ പള്ളിവാളും പിടിച്ചു നിൽക്കുന്നതാണ് രഞ്ജീഷിന്റെ കരിങ്കാളി. മണ്ടകപ്പറമ്പിൽ വീരമണി രാധ ദമ്പതികളുടെ മകനാണ് രഞ്ജീഷ്. പെയിന്റിങ്ങിനോട് താല്പര്യമുള്ള രഞ്ജീഷ് ചിത്രകാരനും ഡിസൈനറും പുല്ലാങ്കുഴൽ വാദകനുമാണ്. തെക്കേ മലബാർ മേഖലയിലുള്ള കാവുകളിലെയും അമ്പലങ്ങളിലെയും പൂരങ്ങളോടും വേലകളോടും അനുബന്ധിച്ചാണ് കരിങ്കാളി സാധാരണ കാണുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ അരങ്ങു തകർക്കുന്ന കാലത്ത് ഗ്രാമീണ ഉത്സവപ്പറമ്പുകളും റോബോട്ടിക് ആനകളാലും റോബോട്ടിക് കരിങ്കാളികളാലും നിറയുന്ന കാലം വിദൂരത്തല്ല. എൻ്റെ പേര് രഞ്ജീഷാണ്. എടപ്പാളെന്ന സ്ഥലം. കരിങ്കാലിൻ്റെ ചലിക്കുന്ന രൂപം ഉണ്ടാക്കിയാണ്. ഏതാണ്ട് ഒരു 1.5 മാസം എടുത്ത് ചെയ്തൊരു വർക്കാണ്. നമ്മൾ സ്പോഞ്ച്, പ്ലേറ്റുകൾ, തുണി, കുറച്ച് പാഴ്വസ്തുക്കളൊക്കെ ചെയ്ത ഉള്ളിൽ വെൽഡിംഗ് ഫ്രെയിമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തൊരു വർക്കാണ്. ചലിക്കുന്ന രൂപം നമ്മൾ ഗിയർ മോട്ടർ, വൈപ്പർ മോട്ടർ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഒരു പരീക്ഷണ മോഡൽ ചെയ്തതാണ്. ഈ വർഷം 2025 ചെയ്തൊരു വർക്കാണ്. സ്ഥലം എടപ്പാളാണ്. പേര് രഞ്ജീഷ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.